ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവം തന്നോയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നോയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനോഹരമായ ഈ ദിവസത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിന് കീഴിലായിരിക്കാൻ നമ്മെ എല്ലാവരെയും അനുവദിച്ചനായ നല്ലവനായ ദൈവത്തെ മുന്നമേ ഞാൻ സ്തുതിക്കുന്നു. ആമുഖമായി നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 43-44 വാക്യങ്ങൾ. കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പായക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. യേശുക്രിസ്തുവിൻ്റെ വചനം ശ്രവിപ്പാനും അവനിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാനുമായി അനേക രോഗസൗഖ്യത്തിനും വേണ്ടി തടിച്ചുകൂടിയ ഒരു വലിയ ജനത്തിന് മുമ്പാകെ യേശു അവരെ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നു മുതലുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് തൻ്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുന്ന ആ വലിയ മലയിലെ പ്രസംഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടരാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. അതുവരെ ഉണ്ടായിരുന്ന നിയമസംഹിതകളെ എല്ലാം ഒന്ന് തിരിക്കുന്ന ഒരു അനുഭവമാണ് അവിടെ കാണുന്നത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കാലിന് പകരം കാല്,
കൊലയ്ക്ക് പകരം കൊല എന്ന ആ നിയമസംഹിത എല്ലാം പൊളിച്ചെഴുതി ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് കർത്താവായ യേശു ക്രിസ്തു അവിടെ അരുളി ചെയ്യുകയാണ്. കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ആ വാമൊഴികൾ, ആ വചനങ്ങൾ, സത്യവചനങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ആ വചനം കേൾക്കുന്നത് ഒരു ഭാഗ്യമാണ്. വചനം അനുസരിക്കുന്നത് അതിലും വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതേ വചനം അതേപടി അനുസരിക്കുക, അതൊരു കൃപയാണ്. വചനമൊരു കണ്ണാടി പോലെയാണ്. സത്യത്തിൽ നമ്മളെ തന്നെ കാണിക്കുന്ന ഒരു കണ്ണാടി പോലെ, നമ്മുടെ അകം കാണിക്കുന്ന ഒരു കണ്ണാടി പോലെ. നമ്മളൊരു മിററിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മുഖം കാണുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മുഖത്ത് എന്തെങ്കിലും കരട് വന്നിരിപ്പുണ്ടോ, എന്തെങ്കിലും ചെളി വന്നിരിപ്പുണ്ടോ ഒന്നും നമ്മൾ അറിയുന്നില്ല. എന്നാൽ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മെ തന്നെ നമ്മുടെ മുഖം കാണുന്നു. ഏതെങ്കിലും ഒരു ജീവിയുടെ മുമ്പേ നമ്മൾ മുമ്പിൽ ഒരു കണ്ണാടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു പശുവിൻ്റെ മുമ്പാകെ ഒരു കണ്ണാടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പശുവായിട്ട് അതിന് തോന്നുന്നത്. കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടിയുടെ മുമ്പിൽ നമ്മളൊരു വലിയ കണ്ണാടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കുറയ്ക്കുന്നേ ഉള്ളൂ. അത് വേറൊരു പട്ടിയായിട്ടാണ് ആ കണ്ണാടിയിൽ തൻ്റെ തന്നെ പ്രതിബിംബത്തെ കാണാൻ പറ്റുന്നത്. ഒരു സെൽഫ് റെക്കഗ്നൈസേഷൻ ഒരു ജീവികൾക്ക് സാധ്യമാകുന്നില്ല. എന്നാൽ മനുഷ്യന് ഈ ദൈവവചനം അവൻ്റെ അകക്കാഴ്ച, അവൻ്റെ അകക്കണ്ണ് തുറന്നു വിട്ടാൻ, തന്നെ ഒന്ന് വ്യക്തമായി കാണുവാൻ, തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ പാപത്തിൻ്റെ ആ ഭയാനകത കാണുവാൻ, ആ പാപത്തിൻ്റെ വേര് പിടിച്ച് കിടക്കുന്ന, കട്ട പിടിച്ച് കിടക്കുന്ന ബന്ധനങ്ങൾ കാണുവാൻ ദൈവവചനം അവനെ ആ ഒരു ലെവലിലേക്ക് അവനെ ഉയർത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ സ്വാഭാവികമായി അവൻ പള്ളിഭക്തിയിലും ഈ സമൂഹത്തിൻ്റെ ഭക്തിയിലും ഈ ലോകത്തിൻ്റെ നീതിയിലും ഈ ലോകത്തിൻ്റെ ആചാരങ്ങളിലും നിയമങ്ങളിലും പെട്ട് ഇതൊക്കെ മതി, ലിമിറ്റഡായിട്ട് മതി എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ ദൈവവചനം അവൻ്റെ ഉള്ളിലുള്ള തെറ്റുകളെ, അവൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന തെറ്റുകളെ, ആ സ്വമേധാ പാപങ്ങളെ, ഒരു ഹിഡൻ ഫോൾട്സിനെ സദാ കാണിച്ചു കൊടുക്കുന്നു. പ്രഥമദൃഷ്ട്യാ നമ്മൾ ഈ വചനത്തെ നോക്കുമ്പോൾ, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നൊക്കെ പറയുമ്പോൾ അതത്ര എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് ആർക്കും തോന്നുന്നില്ല. വൺ ഓഫ് ദ ഹാർഡസ്റ്റ് കമാൻഡ്മെൻറ്റ്സ് നമുക്ക് തോന്നിപ്പോകും. ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു കൽപ്പന പോലെ നമുക്ക് തോന്നുന്ന ഒരവസ്ഥയാണത്. ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുമോ? നമ്മളെ പകയ്ക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നമ്മളിൽ എല്ലാ കുറ്റവും ആരോപിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നമുക്ക് വേണ്ടി എല്ലാ പാരയും പണിതുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നമ്മളെ ചീത്ത പറയുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? പരദൂഷണം പറയുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നേരിട്ട് നമ്മളോട് ചീത്ത വിളിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? പതിഞ്ഞിരുന്ന് നമ്മളെ ആക്രമിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഇതെല്ലാം വലിയ ചോദ്യങ്ങളാണ്. വീട്ടിലുള്ളവരെ തന്നെ സ്നേഹിക്കാൻ ഇന്ന് അനേകർക്ക് സാധിക്കുന്നില്ല. ഭർത്താവിന് ഭാര്യയെ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. സകലരെയും സ്നേഹഭാവത്തോടെ പുറത്ത് ജീവിക്കുമ്പോൾ അകത്ത് വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ മറ്റൊരാളായി മാറുന്നു. ഒരു ക്രുദ്ധിച്ച ഭാവങ്ങൾ, ക്രുദ്ധിച്ച നോട്ടങ്ങൾ, പലപ്പോഴും സ്നേഹം വറ്റിപ്പോകുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ ശത്രുക്കളെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ശത്രുക്കളിലോട് നിറഞ്ഞ കയ്പ്, ദേഷ്യം, പക, വൈരാഗ്യം, ഇതുപോലുള്ള ദോഷങ്ങളിലേക്ക് ഒരാൾ ഊളിയിട്ടിറങ്ങിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാനാവും. ഇങ്ങനെയുള്ളവരുടെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് പറയുന്നത് ശത്രുക്കളെ സ്നേഹിപ്പിനെന്ന്. ഇത് പ്രായോഗികമാണോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് പ്രായോഗികമാണോ? ഈ പാപം ഇങ്ങനെ പെരുകി വരുന്ന സമയത്ത് നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ നമ്മൾ ഇന്നത്തെ അവസ്ഥയും ഏകദേശം ഇതുപോലെ തന്നെ പാപം പെരുകി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഒരു സിൻ സാച്ചുറേറ്റഡ് വേൾഡ് നമുക്ക് ചുറ്റും ഇങ്ങനെ വെള്ളപ്പൊക്കം പോലെ പൊങ്ങി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മധ്യത്തിൽ ഇത്തരം ശത്രുക്കളെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഇത്തരം പാപചിന്തകളുടെ നടുവിൽ ആ പാപങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഈ ശത്രുക്കളെ കൂടി സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ? ഇത് പ്രായോഗികമാണോ?
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനേക ക്രൂശിൻ്റെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു. ക്രൂശിൻ്റെ ആ നല്ല ക്രൂശിൻ്റെ വചനത്തിൻ്റെ, ആ സമാധാനത്തിൻ്റെ വചനത്തിൻ്റെ, ആ സന്തോഷത്തിൻ്റെ വചനത്തിൻ്റെ, ആ സ്നേഹത്തിൻ്റെ വചനത്തിൻ്റെ, സാർവലൗകികമായ ആ സ്നേഹത്തിൻ്റെ വചനത്തിൻ്റെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ അവസാനം നാശം. അവരറിയുന്നില്ല ആ വലിയൊരു നാശത്തിലേക്ക്, ഒരു നിത്യനാശത്തിലേക്ക്, ഒരു നരകത്തിലേക്ക് തന്നെയും തന്നെ അനുഗമിക്കുന്നവരെയും തൻ്റെ വീട്ടിലുള്ളവരെയും കുഞ്ഞുങ്ങളെയും തലമുറകളെയും കൊണ്ട് വലിയൊരു നാശത്തിലേക്കുള്ള യാത്ര. ക്രൂശിൻ്റെ ശത്രുക്കളായി മാറുന്ന ഒരു സമൂഹം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ അവരുടെ ദൈവം വയറ്, സ്വയത്തിനു വേണ്ടി, ഇഷ്ടത്തിനു വേണ്ടി, സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടി, സ്വന്തം ലാഭത്തിനു വേണ്ടി, എൻ്റെ സുഖത്തിനു വേണ്ടി, അവനവൻ്റെ സുഖത്തിനു വേണ്ടി, വേറെ ഒന്നും ചിന്തിക്കാതെ ബാക്കിയെല്ലാം അന്ധമായി അവനവൻ എന്ന് പറയുന്ന ഒരൊറ്റ ചിന്ത, ഇതിൽ നിന്ന് എനിക്കെന്ത് ലാഭം, ഈ ഒരു കാര്യം ചെയ്യുന്നതിൽ എനിക്കെന്ത് സുഖം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വലിയ ജനത ഉണ്ടായി വരുന്നു. ദൈവത്തിന് സ്തോത്രം. അവരുടെ മധ്യത്തിൽ നിൽക്കാനാവുമോ? അങ്ങനെയുള്ളവരെ നമുക്ക് സ്നേഹിക്കാനാവുമോ? ദൈവത്തിന് സ്തോത്രം. ലജ്ജയായതിൽ അവർക്ക് വലിയ മാനം തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും ലജ്ജിക്കേണ്ട കാര്യത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്രൗഡാവുന്നു, അവർക്ക് മാനം തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കലാലയങ്ങളിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ പോലും നമ്മൾ കാണും, അല്പവസ്ത്രധാരികളായിട്ട് വന്നിട്ട് അവർ അധ്യാപകരുടെ മുമ്പിലും പ്രായമുള്ളവരുടെ മുമ്പിലും എന്ത് ചേഷ്ടകൾ കാണിക്കാനായിട്ടും ഒരു മടിയില്ല. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. കാലം തികഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കാലം അതിൻ്റെ സമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ ഇത്തരം കാഴ്ചകൾ നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള ഈ സർവ്വധാർഷ്ട്യത്തോടും കൂടി വരുന്ന ഒരു അധ്യാപകനെതിരെ ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുന്ന കുഞ്ഞുകുട്ടികൾ, അമ്മമാർക്കെതിരെ ധാർഷ്ട്യത്തോടെയും ക്രോധത്തോടെയും ദേഷ്യത്തോടെയും എതിർത്തും സംസാരിക്കുന്ന മക്കൾ, ചെറിയ മക്കൾ, ഇവരെ നമുക്ക് അകമഴിഞ്ഞ് സ്നേഹിക്കാനാവുമോ? നമ്മൾ അതിരുമാന്തിരുന്നവരെ സ്നേഹിക്കാനാവുമോ? നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് നമുക്ക് വേണ്ടി അതിക്രമം ചെയ്യുന്നവരെ സ്നേഹിക്കാനാവുമോ? ഇതാണ് കാതലായ ചോദ്യം. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നതും അതുതന്നെ. ദൈവത്തിന് സ്തോത്രം. അത് സാധ്യമാണോ? ഇത് ഇതൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണോ? ഇത് പ്രാഗ്മാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണോ? ഇങ്ങനെ നമുക്ക് ജീവിക്കാനാവുമോ? ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ജീവിക്കാനാവുമോ? എല്ലാം ഇങ്ങനെ സ്വസ്ഥം, ഏറ്റവും ഇങ്ങനെ പരമപുണ്യവാനായിട്ട് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ? അനേകം ചോദ്യങ്ങൾ ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ വന്നേക്കാം. പ്രിയമുള്ളവരെ, എന്നാൽ ഒരു കാര്യം പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-15 വാക്യങ്ങളിലും നമ്മൾ ഇത്തരം ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അനേകർ ആ തെറ്റി ഉഴന്ന് നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയെന്ന് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുകയാണ്. തൊണ്ട തുറന്നാൽ അത്രയ്ക്ക് മ്ലേച്ഛമായ, അത്രയ്ക്ക് ജുഗുൽസാവഹമായ വാക്കുകൾ പുറത്തേക്ക് വരും. അനേകരെ വിഷമിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന വാക്കുകളാണ് അനേകരെ തൊണ്ട തുറന്ന വരുന്നത്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. അനേകരെ ചതിക്കുന്നവർ, വാക്കുകൊണ്ട് ചതിക്കുന്നവർ, പ്രവൃത്തി കൊണ്ട് ചതിക്കുന്നവർ, കൗശലം പറഞ്ഞ് ചതിക്കുന്നവർ, കാപട്യത്തിനെ ചതിക്കുന്നവർ, അവർ ചതിക്കും. സർപ്പവിഷം അവരുടെ നാവിൻ്റെ അടിയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു വിഷം അനേകരെ കൊല ചെയ്യാൻ, അനേകരെ വധിക്കുവാൻ, അനേകരെ നിരാശപ്പെടുത്തുവാൻ, അനേകരെ നിരാശയുടെ അങ്ങേറ്റത്തെ കയത്തിലേക്ക് ഉന്തിത്തള്ളിയിടുവാൻ സർപ്പവിഷം അവരുടെ നാവിൻ്റെ അടിയിലിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വായൊന്ന് തുറന്നാൽ, നാക്കൊന്ന് ചലിപ്പിച്ചു കഴിഞ്ഞാൽ ആ വിഷം ചീറ്റുന്ന അനേകരുണ്ട്. പ്രിയമുള്ളവരെ, ഇവരുടെ മധ്യത്തിലാണ് നാം നിൽക്കുന്നത്. ഇവരുടെ മധ്യത്തിൽ കുഞ്ഞാടുകളെ പോലെയാണ് നാം നടക്കേണ്ടി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ. ലൂക്ക സുവിശേഷകനും പറയുന്നു, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ. നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങൾ ഗുണം എന്തെങ്കിലും ചെയ്യുവിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇത് സാധ്യമാണോ പ്രിയരെ? ഇത് പ്രായോഗികമാണോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.
പ്രായോഗികമാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ജീവിക്കാൻ സാധ്യമാണ്. ഇങ്ങനെ ജീവിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. ഇങ്ങനെ ജീവിച്ച് ഈ ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന അനേകം കർത്താവിൻ്റെ അനുയായികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യവസ്ഥയുണ്ടെന്ന് മാത്രം, അവരുടെ ജീവിതത്തിൽ എന്നെങ്കിലും മാനസാന്തരം എന്ന് പറയുന്ന ഒരു അത്ഭുതം നടക്കണം പ്രിയരെ. ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ മുമ്പിലിരുന്ന്, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിച്ച്, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അസ്ത്രം പോലെ അവരുടെ ഉള്ളിലേക്ക് കയറി ഒരു മാനസാന്തരം അവരുടെ ജീവിതത്തിൽ നടക്കുകയാണെങ്കിൽ, അവരുടെ ജീവിതം ഒരു യൂട്ടേൺ എടുക്കുകയാണെങ്കിൽ, അവരുടെ ജീവിതം ഇപ്പോൾ പോകുന്നതിൽ നിന്ന് നേരെ തിരിഞ്ഞ ദിശയിലേക്ക് അവർ തിരികെയാണ് എങ്കിൽ അത് സാധ്യമാണ് പ്രിയരെ. എൻ്റെ ജീവിതത്തിലും അതൊരിക്കൽ സംഭവിച്ചു. ഞാൻ ഈ കാൽവരി പ്രയർ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സുവിശേഷ പ്രഘോഷണത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് പങ്കെടുത്തപ്പോൾ ഒരു വചനം എന്നെ സ്പർശിച്ചു. എൻ്റെ അനേകരെക്കുറിച്ച്, പ്രത്യേകിച്ചും എൻ്റെ മേലുദ്യോഗസ്ഥരെക്കുറിച്ച്, ഉയർന്ന ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള കയ്പും പകയും ദേഷ്യവും കമർപ്പും എല്ലാം ഉരുണ്ടുകൂടി ഇങ്ങനെ കനീഭവിച്ചു വന്ന സമയങ്ങളിൽ, ഞാൻ നല്ല ടെൻഷനും ഫ്രസ്ട്രേഷനും അനുഭവിച്ച ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് എനിക്ക് ഇന്നെന്ന പോലെ ഓർമ്മ. എൻ്റെ ജീവിതം മാറി മറിഞ്ഞു പ്രിയരെ. എൻ്റെ ഹൃദയം, എൻ്റെ കല്ലുപോലിരുന്ന ഹൃദയം തകരാൻ തുടങ്ങി. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ക്രമം മാറ്റിമറിച്ചു. അനേകരെ ഇങ്ങനെ നിരൂപിച്ചുകൊണ്ടിരുന്ന, വളരെ കൃത്യമായിട്ട് ലെൻസ് വെച്ച് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ സ്വഭാവം എന്നിലേക്ക് തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അധമനായ ഒരു വ്യക്തിയാണല്ലോ, പാപിയായ ഒരു വ്യക്തിയാണല്ലോ, എൻ്റെ ഉള്ളിലാണല്ലോ ഈ പാപങ്ങളെല്ലാം കിടക്കുന്നത് കണ്ടത് കഴിഞ്ഞപ്പോൾ, ആ പാപകരമായ അവസ്ഥ നേരിട്ട് കാണാൻ ഇടയായപ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അന്നു മുതൽ കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് സ്നേഹിക്കാൻ തുടങ്ങി. സ്നേഹമായിട്ടിരിക്കും. എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ എനിക്ക് ദാനമായി തന്നിരിക്കുന്ന എൻ്റെ മക്കളെ എനിക്ക് നല്ലവണ്ണം സ്നേഹിക്കുവാനും ഇടയായി. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഒരു വാക്കിൽ തെറ്റാതെ ജീവിക്കാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു. ദൈവവചനത്തിനോടൊരു വലിയ ആകർഷണം തന്നു. പ്രിയമുള്ളവരെ, അത് വലിയൊരു മാനസാന്തര അനുഭവമാണ്. ഒരു സദാ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക, എന്ത് വില കൊടുത്തിട്ടും ഒരു വിശുദ്ധമായ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ അങ്കുരിക്കുന്നുണ്ടോ? ആ വേദപുസ്തകം വായിക്കണമെന്നുള്ള ഒരു ആഗ്രഹം, അതിയായ ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ അങ്കുരിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി ധ്യാനിക്കണമെന്നുള്ള അവൻ്റെ വാമൊഴികൾ, അവൻ്റെ തിരുമൊഴികളെക്കുറിച്ച് അത്ഭുതം കൂറിയിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് മാനസാന്തരം എന്ന അത്ഭുതം നടക്കും. മാനസാന്തരമാണ് ഈ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമെന്ന് ഞാൻ എന്നും വിളിച്ചു പറയും. കാരണം അത്ഭുത പ്രവർത്തികളുടെ പോകുന്ന അനേകരുണ്ട്. ഇന്നെല്ലാവരും കൂടെ അത്ഭുത പ്രവർത്തികൾ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് ചരട് കിട്ടുന്നു, അവിടെ ചെന്ന് എണ്ണ കഴിക്കുന്നു, എല്ലാം തിരിച്ചു പോരുന്നു. എനിക്ക് കുഞ്ഞുണ്ടായല്ലോ, എൻ്റെ കടം മാറിയല്ലോ, അവിടെ ചെന്നപ്പോൾ കടം മാറിയല്ലോ എന്നെല്ലാം പറയുന്ന അനേകരുണ്ട്. എന്നാൽ തിരിച്ചു വന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പടയാണ്. അനേകരോട് ദേഷ്യമാണ്, അനേകരോട് കയ്പാണ്. സിനിമാശാലകളിലേക്ക് പോകുന്നു, മ്ലേച്ഛകരമായിട്ടുള്ള ചിത്രങ്ങൾ കണ്ട് രസിക്കുന്നു, ഊറി വരുന്ന രസങ്ങളിൽ രസിക്കുന്നു. അനേകരോട് എന്തും പറയാൻ മടിയില്ല. ദേഷ്യം ഒരിക്കലും അവരുടെ നിന്ന് മാറുന്നില്ല. പ്രിയമുള്ളവരെ, അത് അത്ഭുതമാണോ? ദൈവവചനം കേൾക്കാത്തവരുടെ ഉള്ളിലേക്ക് അബദ്ധവിശ്വാസങ്ങൾ വരും, അന്ധവിശ്വാസങ്ങൾ വരും, അനേകരെ വഴിതെറ്റിക്കുന്ന അവസ്ഥ വരും. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ സന്തോഷം അനുഭവിക്കൂ. അപ്പോൾ നമുക്ക് ആ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കും. അനേകരെ സ്നേഹിക്കാനായിട്ട് സാധിക്കും, വീട്ടിലുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കും, വീട്ടിന് പുറത്തുള്ളവരെ സ്നേഹിക്കാനായിട്ട്, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. അല്ല, എനിക്കെന്ത് ലാഭം എന്ന് സഹോദരനുമായി തന്നെ നല്ല ബന്ധങ്ങൾ വരെ ഇന്ന് ശിഥിലമായി പോകുന്നു. സഹോദര ബന്ധങ്ങൾ പോലും ശിഥിലമായി പോകുന്നു. തൊട്ടടുത്തുള്ള അനിയൻ്റെ വീട്ടിലേക്കോ ചേട്ടൻ്റെ വീട്ടിലേക്കോ കയറിപ്പോകാത്ത എത്രയോ ക്രിസ്തീയ ഭവനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പിശാച് നടമാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. അവർ ഈ അത്ഭുതത്തിൻ്റെ പുറകെ പോകുന്നുണ്ട്. എല്ലാവരും അത്ഭുതത്തിൻ്റെ പുറകെ പോകുന്നുണ്ട്. പള്ളിഭക്തിയുണ്ട് എല്ലാവരും കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളുന്നു. പക്ഷേ ഉള്ളിലുള്ള ദേഷ്യം പോകുന്നില്ല, ഉള്ളിലുള്ള കയ്പ് പോകുന്നില്ല, ഉള്ളിലുള്ള വൈരാഗ്യം പോകുന്നില്ല, ഉള്ളിലുള്ള പക പോകുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ അത് യഥാർത്ഥ വിശ്വാസമാണോ പ്രിയരെ? നാം ഒന്ന് ചിന്തിക്കണം. നാം ഇന്ന് വ്യക്തമായിട്ടൊന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ശത്രുക്കളെ സ്നേഹിപ്പിൻ. കർത്താവ് പറയാം, ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നിങ്ങളുടെ ഭർത്താവ് സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണോ? നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആളാണോ? ശരീരോപദ്രവം ചെയ്യുന്ന ആളാണോ? രാത്രിയുടെ യാമങ്ങൾ നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. കർത്താവേ, നീ എൻ്റെ കയ്യിൽ നിനക്ക് തെറ്റുപറ്റില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ ഒരു മനുഷ്യൻ്റെ, എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ് എൻ്റെ കയ്യിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് തെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഓലോല കണ്ണുനീരൊഴുക്കുവാൻ പ്രിയപ്പെട്ട അമ്മമാർ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവർ തെറ്റിപ്പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് അവരെ വിടുവിക്കുമെന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങ് വീട്ടിലുള്ളവരെ സ്നേഹിച്ച്, നാട്ടിലുള്ളവരെ സ്നേഹിച്ച്, സകലരെയും സ്നേഹിക്കുന്ന, ശത്രുക്കളെ വരെ സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടില്ലേ സ്റ്റെയിൻസിൻ്റെ കഥ? ഗ്രഹാം സ്റ്റെയിനിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1999 ഒറീസയുടെ പ്രാന്തപ്രദേശങ്ങളിൽ, ഗ്രാമങ്ങളിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന, കുഷ്ഠരോഗികളുടെ ഇടയിൽ, ആദിവാസികളുടെ ഇടയിലൊക്കെ ഒരു സുവിശേഷം പറഞ്ഞു വരുന്ന ഓസ്ട്രേലിയയിൽ നിന്നൊരു കുടുംബത്തെ, ആ പ്രദേശത്തുണ്ടായിരുന്ന മതഭ്രാന്തന്മാർ ഒരിക്കൽ ജീവനോടെ രാത്രിയിൽ ചുട്ടരിച്ചു കൊല്ലുന്ന ഒരു കാഴ്ച ഉണ്ടായി. ഒരു സംഭവം നടന്നു. ദൈവത്തിന് സ്തോത്രം. അത് സഹിക്കാൻ പറ്റുന്നതിലും അധികമാണ്. പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട ഗ്ലാഡീസ് സ്റ്റെയിൻസ അപ്പോഴവിടെ ഉണ്ടായിരുന്നില്ല, അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. അവർ വന്നപ്പോഴേക്കും കണ്ട കാഴ്ച ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു. പക്ഷേ ഈ ഗ്ലാഡീസ് സ്റ്റെയിൻസ് കർത്താവിൻ്റെ നാമത്തിൽ അവരോട് ക്ഷമിക്കുകയായിരുന്നു ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അവർ സുവിശേഷ പ്രവർത്തനങ്ങൾ ഒറീസയുടെ പ്രദേശങ്ങളിൽ നടത്തുകയുണ്ടായി. അവർ ഓസ്ട്രേലിയയിലേക്ക് പോയെങ്കിലും ഇന്നും അവർ തിരിച്ചു വന്ന് ഇവിടെ സുവിശേഷം ഇന്ത്യയെ വെറുക്കുകയോ പകയ്ക്കുകയോ നിരാശപ്പെടുകയോ അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുകയോ കർത്താവിനെ തള്ളിപ്പറയുകയോ ഒന്നുമല്ല ചെയ്തത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം സാധ്യമാണ് പ്രിയരെ, ഇതെല്ലാം സാധ്യമാണ്. ഞാനൊരു കുഞ്ഞുനാളിലൊരു ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. ഇറ്റലിയിലെ ഒരു ചെറിയ ഗ്രാമം. ആ ഒരു ചെറിയ ഗ്രാമത്തിൽ 12 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ മാത്രം വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു 19 വയസ്സുള്ള അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് വീട്ടിലേക്ക് വരികയും കഥ അടയ്ക്കുകയും റൂമിലേക്ക് ഇവരെ കൊണ്ടുപോവുകയും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കുകയും ഒരു ബലാത്കാരമായി അവളെ പിടിക്കുകയും ചെയ്യുന്ന വലിയൊരു സംഭവം ഉണ്ടായി. ആ പെൺകുട്ടിയുടെ പേര് മരിയ ഗുരത്തി എന്നായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? അവൾ പരമാവധി എതിർത്ത് നിന്നു. ഇത് നമ്മൾ പാപം ചെയ്യാൻ പാടില്ല എന്നവളെ അവനെ ഓർപ്പിച്ചു. പക്ഷേ അവൻ ഒരിക്കലും അങ്ങനെ അവളോടൊരു സഹാനുഭൂതി ഉണ്ടായില്ല. മറിച്ച് താൻ കരുതിയിരുന്ന കത്തിയെടുത്തിട്ട് 14 പ്രാവശ്യം തലങ്ങും വിലങ്ങും അവളുടെ ശരീരത്തിൽ കുത്തിമുറിവ് ഏൽപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മരണത്തോട് മല്ലടിച്ചിരുന്നിരുന്ന സമയത്ത് കർത്താവിനോട് അവൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ സ്വർഗത്തിലിരിക്കുമ്പോൾ എന്നെ ഇത്രയും ബുദ്ധിമുട്ടിലാക്കിയ ഇവനെയും സ്വർഗത്തിലാക്കണമേ എന്ന്. അവന് വേണ്ടി ഞാൻ അവനോട് ക്ഷമിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ വാക്കുകൾ പറഞ്ഞതിന് ശേഷം അവൾ മരണമടയാനുണ്ടായത്. എന്നാൽ ഈ അലക്സാണ്ടർ എന്ന് പറഞ്ഞ വ്യക്തിയെ പോലീസ് പിടിക്കുകയും 30 വർഷത്തേക്ക് തടവിലാക്കുകയും ചെയ്യുകയും ചെയ്തു. ആദ്യമൊന്നും യാതൊരു മനസ്താപമോ മനസാന്തരമോ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു കഠിന ഹൃദയനായി അദ്ദേഹം ജയിലിൽ കഴിയുക തന്നെയായിരുന്നു. എന്നാൽ ഒരിക്കൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി വന്ന് സ്വപ്നത്തിൽ അവളെ ദർശിച്ചിട്ട് 14 പൂക്കൾ അവനെ കൈമാറുന്നത് പോലെ. പ്രിയമുള്ളവരെ, ആ ഒരു കാര്യം സംഭവിച്ചപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ആരാണ്? ഞാൻ എത്ര ക്രൂരനായ ഒരു വ്യക്തിയാണ്? ഇതുപോലൊരു പാതകങ്ങൾ ഞാൻ ചെയ്യാൻ പാടുണ്ടോ? അവൻ്റെ ഹൃദയത്തിൽ ഒരു അനുതാപമുണ്ടായി. ശരിക്കും ഒരു മാനസാന്തരം അവൻ്റെ ഹൃദയത്തിൽ ജയിലിൽ വെച്ചുണ്ടായി. ഞാൻ പോയി മാപ്പ് പറയുമെന്ന് പറഞ്ഞിട്ട് ഈ 30 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവനെ ജയിൽ മുക്തനാക്കിയപ്പോൾ ഓടി അവളുടെ അമ്മയുടെ അടുത്തേക്ക്, മരിയ ഗുരത്തിയുടെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന കാഴ്ചയാണ്. അവർ മാപ്പ് പറയുന്നതിന് വേണ്ടി ഓടിച്ചെന്നു. അപ്പം മകനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച്, നീ എൻ്റെ മകനാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുന്ന മരിയ ഗുരത്തിയുടെ അമ്മ. ദൈവത്തിന് സ്തോത്രം. ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ട് പ്രിയരെ. അതാണ് ക്രൈസ്തവ സ്നേഹം. അതാണ് ക്രൈസ്തവ. തൻ്റെ ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിട്ടും കൂടെ കാണിച്ചു കൊടുക്കണമെന്നുള്ള യേശുവിൻ്റെ മൊഴി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിക്കും ഒരു നന്മയിലേക്ക് വരുന്നത്. പലപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ഒരു ഹിംസാത്മകമായ ഒരു മനുഷ്യനുണ്ട്. അകത്ത് കൊല നിശ്വസിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. നാം അത് തിരിച്ചറിയണം. സകലതിനെയും കൊല്ലാൻ ഒരു രീതിയിലുള്ള ആ രീതിയിലുള്ള സ്വഭാവമുള്ള ഒരു പ്രകൃതം നമുക്കുണ്ട്. തിന്നാനല്ലാതെ കൊല്ലുന്നവൻ മനുഷ്യൻ മാത്രം. യാതൊരു പ്രണയവുമില്ലാതെ പ്രാപിക്കുന്നവൻ മനുഷ്യൻ മാത്രം. യാതൊരു വിനയവുമില്ലാതെ പ്രാർത്ഥിക്കുന്നത് മനുഷ്യൻ മാത്രം. ഒരു കൊലയുണ്ട്. കൊല നിശ്വസിക്കുന്നവർ അനേകരുണ്ട്. എന്നാൽ ആ ശിഷ്യന്മാരിൽ പ്രധാനിയായിട്ടുള്ള പത്രോസ് പോലും ചേവകർ വന്നവനെ പിടിക്കാനായി വന്നപ്പോൾ ആ ഒലിവ് മലയുടെ പശ്ചാത്തലത്തിൽ, ആ രാത്രിയുടെ പശ്ചാത്തലത്തിൽ വാളെടുക്കുകയാണ് ചെയ്തത്. ഒരല്പം ഒന്ന് തെറ്റിയായിരുന്നെങ്കിൽ ഈ ചേവകൻ്റെ തല തെറിച്ചു പോയനെ, ഒരു കൊലപാതകയായി മാറിയനെ. എന്നാൽ അവൻ്റെ ഉന്നം അല്പം തെറ്റിയെങ്കിലും ഒരു ചെവിത്തുണ്ട് തെറിച്ചുപോയി. ആ ചെവിത്തുണ്ട് പെറുക്കിയെടുത്തിട്ട് വീണ്ടും ഒട്ടിച്ചു വെച്ചിട്ട് സ്നേഹത്തിൻ്റെ, ശത്രുവിനെ സ്നേഹിക്കുന്ന വലിയൊരു മാതൃക കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാട്ടിത്തന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു, മോനെ, വാൾ ഉറയിലിടുക. ദൈവത്തിന് സ്തോത്രം.
വാൾ ഉറയിലിടുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ അനേകരെ ഹിംസിക്കാനിരിക്കുന്ന, അനേകരെ ദ്വേഷിക്കാനിരിക്കുന്ന, അനേകരെ ക്രോധത്തിൻ്റെ വിഷം ചീറ്റാനിരിക്കുന്ന ആ വാൾ ഉറയിലിടുക. ദൈവത്തിന് സ്തോത്രം. നിന്റെ നാവ് വായിലിടുക. നിന്റെ വിഷത്തെ മാറ്റാനായിട്ട്, നിന്റെ ഉള്ളിൽ നാവിൻ്റെ അടിയിൽ കിടക്കുന്ന സർപ്പവിഷത്തെ അലിയിച്ച് കളയാൻ അതിലും വലിയ ഒരു ദിവ്യ ഔഷധം ഈ പ്രപഞ്ചത്തിലുണ്ട് പ്രിയരെ. അതാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ പുണ്യാഹ രക്തം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഉള്ളിനെ, നമ്മുടെ സ്വയത്തെ, നമ്മുടെ ആ യഥാർത്ഥ ആ സ്റ്റഫിനെ, നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിഷത്തെ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ദേഷ്യത്തിൻ്റെയും ക്രോധത്തിൻ്റെയും പ്രതികാരം എനിക്കുള്ളത് എന്ന് കർത്താവ് പറയുന്നു. നമ്മുടെ അല്ല പ്രതികാരം എന്നൊരു വാക്കുപോലും നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. ആ സ്നേഹത്തോടെ പ്രതികാരം ചെയ്യും. ആ പ്രതികാരത്തിന് നമ്മൾ നോക്കിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അവൻ സ്നേഹിച്ച് അവരെ കൂട്ടിയെടുത്തു. പാപികളെ നോക്കി അവൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള മോശം സ്വഭാവത്തെ, ആ മോശം പ്രകൃതത്തെ, മറ്റുള്ളവരെ ഹിംസിക്കുന്ന പ്രകൃതത്തെ മാറ്റിയെടുക്കാൻ കഴിവുള്ള ആ പുണ്യാഹ രക്തത്തിൻ്റെ കീഴിലിരിപ്പാൻ നമുക്കുണ്ടാകണം. നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇതെല്ലാം കർത്താവ് ഇത് ചെയ്തത്? ഒരു വാക്യം ഇപ്പോൾ അപ്പസ്തോലനായ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ക്രിസ്തുവോ നാം അങ്ങേയറ്റം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. നമുക്ക് വേണ്ടി ഒരുത്തൻ കുരിശിൽ തൂങ്ങപ്പെട്ടു. നമുക്ക് വേണ്ടി ഒരുത്തൻ നമ്മൾ മുഴുവൻ പാപികളായിരിക്കുമ്പോൾ, പാപത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ, നന്മ ഒരു അംശം ഒന്നുമില്ലാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുത്തൻ കുരിശിന്മേൽ തൂക്കപ്പെട്ടു. അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ മരണവും അടുത്ത് വരുന്നുണ്ട് പ്രിയരെ. ഈ കാലം തികഞ്ഞു വരുന്നുണ്ട് പ്രിയരെ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മാനസാന്തരപ്പെട്ട് അവൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ചില്ല എങ്കിൽ വലിയൊരു നഷ്ടം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിന് സ്വന്തം രണ്ട് കാര്യങ്ങൾ നമ്മൾക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ എങ്ങനെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനെ നമ്മുടെ നന്മ പ്രവൃത്തി വല്ലതും നോക്കിയിട്ടാണോ? നമ്മൾ ഇതുവരെ ചെയ്ത പുണ്യപ്രവർത്തികൾ നോക്കിയിട്ടാണോ? നമ്മൾ ഇതുവരെ കൊടുത്തിരിക്കുന്ന പദാരങ്ങൾ നോക്കിയിട്ടാണോ? ഇതുവരെ നമ്മൾ കൊടുത്തിരിക്കുന്ന നേർച്ചകൾ നോക്കിയിട്ടാണോ? ഇതുവരെ നമ്മൾ ചെയ്ത നന്മ പ്രവൃത്തി അതെല്ലാം കറപിരണ്ട തുണി പോലെ പ്രിയരെ. അതൊന്നും നോക്കിയിട്ടല്ല. നമ്മുടെ തിന്മ ആ ഹിംസാത്മകമായ ജീവിതത്തെ നോക്കിക്കൊണ്ട്, നമ്മുടെ പാപപങ്കിലമായ ജീവിതത്തിൻ്റെ അകത്തേക്ക് നോക്കിയിട്ട് നമ്മളെ സ്നേഹിച്ചവനായ നല്ലവനായ ഒരു ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഒന്നും പറയാനില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ നന്മയ്ക്ക് മാനുഷിക പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ കുറേ നന്മകളെല്ലാം ചെയ്തു, കുറച്ച് നന്മ പ്രവർത്തികളെല്ലാം ചെയ്തു, ഇതെല്ലാം ഞാൻ ചെയ്തവനല്ലേ, ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കിയതല്ലേ, ഒരു കുടുംബത്തിൻ്റെ കാര്യം നോക്കിയവനല്ലേ, എൻ്റെ മക്കളുടെ കാര്യം ഞാൻ നോക്കി, എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കി, ഭാര്യയുടെ അമ്മയുടെ കാര്യം ഞാൻ നോക്കിയതല്ലേ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്ക് വരാനായിട്ട് യാതൊരു അവകാശമില്ല പ്രിയരെ, യാതൊരു അവകാശവുമില്ല. നമ്മുടെ പ്രതിഫലം കർത്താവ് നമുക്ക് തരും. പ്രതിഫലം നമ്മുടെ സ്വർഗത്തിലാണ്. നിന്റെ ലെറ്റ് നോട്ട് ദൈ ലെഫ്റ്റ് ഹാൻഡ് നോ വാട്ട് ദ റൈറ്റ് ഹാൻഡ് ഡത്ത് എന്ന് പറയാറുണ്ട്. നിന്റെ വലത് കൈ ചെയ്യുന്നതെന്ന് ഇടത് കൈ അറിയാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നീ നിന്റെ നന്മ പ്രവൃത്തികൾ ചെയ്യാതെ എന്തെല്ലാം ചെയ്താലും അതെല്ലാം ഗുപ്തമായിരിക്കട്ടെ, നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നിനക്കത് പ്രതിഫലം കിട്ടും. കർത്താവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം വാങ്ങിക്കുന്നത് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്. കാരണം അവൻ എന്നാൽ അങ്ങനെ നമ്മൾ ചെയ്താൽ അത്യുന്നതൻ്റെ പുത്രന്മാർ എന്ന് നമ്മൾ വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ദൈവത്തിൻ്റെ സർവശക്തൻ്റെ പുത്രന്മാർ എന്ന് നമ്മൾ വിളിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇതൊരു കൃപയാണ്. നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ താഴ്ത്തി, അവൻ്റെ മുമ്പിൽ താഴ്ത്തി, കർത്താവിൻ്റെ ഒരു പ്രിയ മകനായി, പ്രിയ മകളായിരിക്കാൻ, നമ്മളെ തന്നെ ശത്രുവിനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് തരണമേ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കിരിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാണപ്രിയനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, മനോഹരമായ ഒരു ദിവസം നീ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. നിൻ്റെ വിലയേറിയ ചിന്തകൾ ഞങ്ങൾക്ക് നീ തന്നതിനാൽ സ്തോത്രം. എൻ്റെ കർത്താവേ, നീ ഇത്രയോളം ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയതിനാൽ സ്തോത്രം. കർത്താവെ, ഒരു സുബോധത്തോടെ സന്തോഷത്തോടെ നിൻ്റെ വചനത്തിൻ്റെ കീഴിൽ ഇരിപ്പാൻ ഇന്ന് ഞങ്ങളെ അനുവദിച്ചനുമായ നല്ലവനായ ദൈവമേ, ഞങ്ങൾക്ക് എല്ലാവരെയും, ഞങ്ങളുടെ ചുറ്റിനുള്ള എല്ലാവരെയും സ്നേഹിക്കുവാൻ ഇടയാക്കണമേ. സ്നേഹിക്കുവാനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, ശത്രുക്കളെ പോലും സ്നേഹിക്കാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് തരണമേ. നിൻ്റെ ഹിതം ഞങ്ങളുടെ ഉള്ളിൽ നിറവേറണമേ. നിൻ്റെ പുത്രന്മാരായിരിക്കാനുള്ള ഒരു വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടണമേ. നിത്യതയിൽ നിന്നെ പാടിപ്പുകഴ്ത്തി കർത്താവെ ഹല്ലേലൂയ പാടി സ്തുതിപ്പാൻ ഞങ്ങൾക്കും ഒരു കൃപ തരണമേ. നല്ലവനായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ വിശുദ്ധ കുരിശിനെ മറച്ചു നിർത്തിക്കൊള്ളണമേ. എല്ലാ മഹത്വവും നീ മാത്രം എടുക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.